വലാ ബറാ. വലാ എന്ന് പറഞ്ഞാൽ ബന്ധം, ബറാ എന്ന് പറഞ്ഞാൽ ബന്ധവിച്ഛേദനം. ബന്ധവും ബന്ധവിച്ഛേദനവും ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന തലമാണ് വലാവും ബറാവും. ആരുമായൊക്കെ ബന്ധമാവാം, ആരോടൊക്കെ ബന്ധം മുറിക്കണം, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ബന്ധമുണ്ടാവുന്ന അള്ളാഹുവിനോട്, അവന്റെ റസൂലിനോട്, സത്യവിശ്വാസികളോട്. ഇന്നമാ വലിയുക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമുന സ്വലാത്ത വയുത്തുന സകാത്ത വഹും റാകിഊൻ. സൂറത്ത് മാഇദ 55-ാമത്തെ ആയത്ത്. നിങ്ങളുടെ വലിയ അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, നിസ്കരിക്കുന്ന സകാത്ത് കൊടുക്കുന്ന സത്യവിശ്വാസികളുമാണ് നിങ്ങളുടെ വലിയവർ. അവരെ ആര് വലിയാക്കിയോ അവർ അള്ളാഹുവിന്റെ പാർട്ടിയാണ്, അള്ളാഹുവിന്റെ പാർട്ടിയാണ് വിജയിക്കുന്നവർ എന്ന് പഠിപ്പിക്കുന്നു. അതാണ് വലാ. ശരിയായ ബന്ധം വിശ്വാസികൾ വിശ്വാസികളുമായിട്ടാണ് സ്ഥാപിക്കേണ്ടത്. അല്ലാത്തവരുമായി അവർക്ക് അത്തരം ബന്ധങ്ങൾ പാടില്ല. അവരുമായി ബറാ വേണം, ബന്ധവിച്ഛേദനം വേണം. പക്ഷെ ബന്ധം പാടില്ല എന്ന് പറഞ്ഞതിനർത്ഥം അവരുമായി ഇടപഴകാൻ പാടില്ല എന്നോ, അവരുമായി കച്ചവടങ്ങൾ പാടില്ല എന്നോ, കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യാൻ പാടില്ല എന്നോ ഒന്നും അതിനർത്ഥമില്ല. നേരെ മറിച്ച് വിശ്വാസത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ആദർശ ബന്ധമുണ്ട്, ഒരു ആത്മബന്ധമുണ്ട്. നമ്മൾ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടല്ലോ. ഞങ്ങളെന്താ നിങ്ങൾക്ക് ഈ ആശയത്തിന്റെ പേരിൽ അല്ലാതെ വേറെ പരിചയമില്ല. ഞങ്ങൾ നാടോ വീടോ കുടുംബമോ ഞങ്ങൾ കുടുംബ പശ്ചാത്തലമോ ഒന്നും നിങ്ങൾക്ക് പലർക്കും അറിയില്ല, തിരിച്ചങ്ങോട്ടും അറിയില്ല. പക്ഷെ നമ്മൾ തമ്മിൽ മാനസികമായ ബന്ധമുണ്ട്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കൈ ആഗ്രഹിക്കുന്നു. ഈ ബന്ധം എന്തിന്റെ പേരിലാണ്? ഒരു ആദർശം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു മാനസികമായ ബന്ധമാണ്. ആ ഒരു ആത്മബന്ധം വിശ്വാസികൾ തമ്മിലേ ഉണ്ടാകാവൂ. അത്തരം ബന്ധങ്ങൾ അല്ലാത്തവരുണ്ടാകാൻ പാടില്ല. അതുണ്ടാവുകയുമില്ല, ഒരു വിശ്വാസിക്ക് സാധിക്കില്ല. ഞാൻ അല്ലാത്തവനും കഴിയില്ല. ഒരു ഹൈന്ദവനോട് കാണിക്കുന്ന ഒരു ബന്ധം നമ്മോടുണ്ടാവും, ഉണ്ടാവില്ല. ഒരു ക്രൈസ്തവൻ തമ്മിൽ നടത്തുന്ന ബന്ധങ്ങൾ നമ്മോടുണ്ടാവില്ല. ഇസ്ലാം പഠിപ്പിച്ച ഒരു അടിസ്ഥാന തത്വം കൂടിയാണ് വിശ്വാസികളോടെ അത്തരം ബന്ധങ്ങളാകാവൂ. എന്നാൽ അവരുമായി സംസാരിക്കാൻ പറ്റുമോ, അവരുമായി കച്ചവടം ചെയ്യാൻ പറ്റുമോ, അവരെ വിട്ടു പോകാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകാൻ കിടക്കുമ്പോൾ തന്റെ പടയങ്കി അയൽവാസിയായ ജൂതന്റെ വീട്ടിൽ പണയത്തിലാണ്. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ 2 പ്രാവശ്യം ഉദ്ധരിച്ച ഹദീസാണ്. അയൽവാസിയുടെ വീട്ടിൽ പടയങ്കി പണയം വെച്ച് പണം വാങ്ങിയതല്ല, ഗോതമ്പിന്റെ പൊടി വായ്പെടുത്തണം. 60 കിലോ ഗോതമ്പിന്റെ പൊടി അയൽപ്പക്കത്തെ ജൂതന്റെ വീട്ടിൽ നിന്ന് തൽക്കാലം വായ്പ വാങ്ങി സെക്യൂരിറ്റിയായി തന്റെ പടയങ്കി അവിടെ കൊടുത്തു. ആ പടയങ്കി തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല വഫാത്താകുന്നതിന് മുമ്പ്. അപ്പൊ അത് വലാഇനെതിരല്ല എന്നർത്ഥം. അയൽപ്പക്കത്തെ ജൂതൻ താമസിച്ചു, അതും വലാഇനെതിരല്ല. അയൽപ്പക്കത്തെ ജൂതന്റെ കുട്ടി മരിക്കാൻ കിടക്കുമോ നബി തങ്ങൾ കയറി ചെന്ന് കഴിവത്തടത്തിൽ ഹദീസിൽ കാണാൻ കഴിയുന്നു, അത് വലാഇനെതിരല്ല. ഖവാരിജുകളാണ് ഈ വലാ വിഷയത്തിൽ അതിര് കവിഞ്ഞ വാദവുമായി വന്നവർ. ബന്ധവും ബന്ധവിച്ഛേദനവും ആ പേരുമായിട്ട് മുസ്ലിമുമായി ഒരു ബന്ധവും പാടില്ല, അവരുമായി ജീവിക്കാൻ പാടില്ല, അവരുമായി സ്നേഹബന്ധം പുലർത്താൻ പാടില്ല, അപ്പൊ അവരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായും മുറിച്ച് സമൂഹത്തിൽ മാറി നിന്നവർ. ആ ആളുകൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ മുസ്ലിമീങ്ങളിൽ തന്നെ പലരും ബന്ധമില്ലാതായി പോകും. അവസാനം അവനവന്റെ വൃത്തത്തിലേക്കുള്ളവരോട് മാത്രം വലാൽ, ബാക്കിയുള്ളവർക്ക് അഹ്ലുൽ ഹവയാണ്, ഹിസ്ബിയത്താണ്, അസബിയത്താണ്, അവർക്ക് ഹവയുടെ ആളുകളാണ്, അവരുമായി ബന്ധം പാടില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും മാറ്റി നിർത്തി തങ്ങൾ വരയ്ക്കുന്ന ഒരു വൃത്തം, ആ വൃത്തത്തിനുള്ളിലുള്ളവരോട് മാത്രം ബന്ധമുണ്ടാകുകയും സമൂഹത്തിലെ ബാക്കി എല്ലാവരും മോശക്കാരായി മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതി ഖവാരിജുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വലാ എന്ന ഓമന പേരാണ് അവർ പരിചയപ്പെടുത്തത്. അത് ഒരിക്കലും അത് ശരിയല്ല.